കേരള രാഷ്ട്രീയത്തിൽ അഭ്യൂഹങ്ങൾ ശക്തമാകുന്നതിനിടെ ഇടതുമുന്നണി വിടുമെന്ന വാർത്തകൾ പൂർണ്ണമായും തള്ളി കേരള കോൺഗ്രസ് എം രംഗത്തെത്തിയിരിക്കുന്നു. ഒരു മുന്നണിയിലേക്കും തങ്ങളെ ആരും ക്ഷണിക്കേണ്ടതില്ലെന്നും ഇടതുമുന്നണി വിട്ടുപോകുന്നതിനെക്കുറിച്ച് പാർട്ടി യാതൊരു തീരുമാനവും എടുത്തിട്ടില്ലെന്നും ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ് മാധ്യമങ്ങളോട് വ്യക്തമാക്കി. സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന് പിന്നാലെ പാർട്ടി എൻഡിഎയിലേക്ക് പോകാൻ താൽപര്യപ്പെടുന്നു എന്ന തരത്തിൽ പ്രചരിച്ച വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് അദ്ദേഹം പറഞ്ഞു. എൻഡിഎ പ്രവേശനത്തെക്കുറിച്ച് പാർട്ടിക്കുള്ളിൽ ആരും തന്നെ അഭിപ്രായം ഉന്നയിച്ചിട്ടില്ലെന്നും സ്റ്റീഫൻ ജോർജ് കൂട്ടിച്ചേർത്തു. നിലവിൽ എൽഡിഎഫിൽ തന്നെ ഉറച്ചു നിൽക്കാനാണ് പാർട്ടിയുടെ തീരുമാനം. ഇതിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കും. ജില്ലാ കമ്മിറ്റികൾ മുതൽ മണ്ഡലം കമ്മിറ്റികൾ വരെ വിളിച്ചു ചേർക്കാനും പാർട്ടിയെ ശക്തിപ്പെടുത്താനുമുള്ള കർമ്മ പദ്ധതികൾക്ക് സ്റ്റിയറിംഗ് കമ്മിറ്റി രൂപം നൽകിയിട്ടുണ്ട്. കോൺഗ്രസ് നേതാക്കൾ നിരന്തരം പാർട്ടിയെ യുഡിഎഫിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണെന്നും എന്നാൽ അത്തരമൊരു നീക്കം നിലവിൽ തങ്ങളുടെ പരിഗണനയിലില്ലെന്നും പാർട്ടി അറിയിച്ചു. യുഡിഎഫ് നിലവിൽ വലിയ ഭൂരിപക്ഷത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ അങ്ങോട്ടേക്ക് പോയാൽ ഒരു നിർണായക രാഷ്ട്രീയ ശക്തിയായി മാറാൻ കഴിയില്ലെന്ന കൃത്യമായ ബോധ്യവും കേരള കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. അതേസമയം തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെ സിപിഎമ്മിനെതിരെ ജോസ് കെ മാണി ഉന്നയിച്ച ക്രോസ് വോട്ട് ആരോപണം മുന്നണിക്കുള്ളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. സിപിഎം അണികളെ പ്രകോപിപ്പിച്ച ഈ പ്രസ്താവന ഭാവിയിൽ ഇടതുമുന്നണിയുമായി അകലാനുള്ള ഒരു നീക്കത്തിന്റെ ആദ്യ സൂചനയായാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. എങ്കിലും ഔദ്യോഗികമായി ഈ ആരോപണങ്ങളെല്ലാം തള്ളിക്കളയുന്ന പാർട്ടി തൽക്കാലം ഒരു രാഷ്ട്രീയ മാറ്റത്തിനുള്ള വളക്കൂറില്ലെന്ന നിലപാടിലാണ് ഉറച്ചു നിൽക്കുന്നത്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി മാത്രമേ കേരള കോൺഗ്രസ് എമ്മിന്റെ കാര്യത്തിൽ പുതിയൊരു രാഷ്ട്രീയ ചിത്രം തെളിയുകയുള്ളൂ എന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മിറർ.